ഹായ് ഗായ്സ്, വെൽക്കം ടു എവനാസ് ലൈഫ് സ്റ്റൈൽ വ്ലോഗ് യൂട്യൂബ് ചാനൽസ്. ഓക്കെ, എന്താ ഇത്ര ഇംഗ്ലീഷൊക്കെ എന്നല്ലേ? വേറെ ഒന്നുമല്ല, അല്പം മധുരം കഴിക്കാൻ കൊതിയായി. ഓക്കെ, പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അതിൻ്റെ ഡേറ്റ് 2025 ഒക്ടോബർ 22. തുലാമാസത്തിലെ മഴയും എൻ്റെ പനിയും എന്നിൽ ജനിപ്പിച്ചത് ഒരു ചൂടുള്ള മധുരമുള്ള കൊതിയായിരുന്നു. എന്താ എത്ര സാഹിത്യം എന്നല്ലേ? അതും ഒരു ബന്ധവുമില്ലാതെ, വേറൊന്നുമല്ല. ഇന്നത്തെ ദിവസം എനിക്ക് നല്ല പനിയുണ്ടായിരുന്നു. എനിക്ക് ചൂടോടുകൂടി അതും മധുരത്തിൽ എന്തെങ്കിലും കഴിക്കാൻ തോന്നി. വേറൊന്നും നോക്കില്ല, വീട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് അല്പം സേമിയയും ക്യാരറ്റും ആയിരുന്നു. ആദ്യം തന്നെ സേമിയ വറുത്തെടുത്തു. ക്യാരറ്റ് ഇതുപോലെ ചെറുതായി ഒന്ന് കുനുകുനെ അരിഞ്ഞെടുത്തു. അതിനുശേഷം വീട്ടിലുണ്ടായിരുന്ന കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം ഞാൻ ആ നെയ്യിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ക്യാരറ്റ് ഒന്നും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറി വരുമ്പോഴത്തേക്കും അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ. ഹസ്ബൻഡിനും കൂടി ഒന്ന് കൂടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, മധുരത്തിൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കൂടിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും ശകലം നെയ്യും അതുപോലെ തന്നെ ശകലം പഞ്ചസാരയും വീണ്ടും ആഡ് ചെയ്തു. വീണ്ടും ക്യാരറ്റ് ഒന്നും കൂടി ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നെയ്യ് ഒന്ന് വഴണ്ട് വരുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നെയ്യ് നമ്മൾ ഉണ്ടാക്കുന്ന ആ പുഡിങ്ങിൽ നെയ്യ് ഇല്ലാത്തടത്തോളം അത് അത്ര ടേസ്റ്റ് കാണില്ല. സോ ഞാൻ നെയ്യ് കുറച്ചുകൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ആഡ് ചെയ്തത് ഒരു കവർ പിന്നെ നമ്മുടെ മിൽമയുടെ തന്നെ പാലായിരുന്നു. അതൊന്ന് ജസ്റ്റ് വീണ്ടും അതും ക്യാരറ്റും നെയ്യും കൂടി ഒന്നും കൂടി ഇട്ട് ഇളക്കി വഴറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ച സേമിയ ഒന്നും കൂടി ആഡ് ചെയ്തു. ഓക്കെ, അതെല്ലാം ആഡ് ചെയ്ത് അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ പാകത്തിന് മധുരം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. സോ ഞാൻ ഇട്ടത് ശകലം കൂടി പഞ്ചസാര ഇട്ട് ആഡ് ചെയ്ത് ഇളക്കി എൻ്റെ ഊപ്പാട് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കുക്കിങ്ങിനൊക്കെ മുമ്പ് താല്പര്യമേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ റെസിപ്പീസൊക്കെ പരീക്ഷിക്കാൻ വളരെ ഇഷ്ടമാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ചെയ്തത്, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. അതായത് നമ്മുടെ ക്യാരറ്റിൻ്റെ കളറും പാലിൻ്റെ കളറും കൂടെ നമ്മുടെ കളറൊക്കെ മാറി വരും. ഞാൻ ഈ പായസം ഒന്ന് വെന്തതിന് ശേഷം ഞാൻ പിന്നെ ആഡ് ചെയ്തത് നമ്മൾ നേരത്തെ നെയ്യിൽ വഴറ്റി വെച്ചിരുന്ന നട്ട്സ് ഉണ്ടല്ലോ, നട്ട്സ് എല്ലാം കൂടി ഒന്ന് ഇട്ടു. നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടം